നമ്മളിൽ പലരും ചിലപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നത്. എന്താണ് ഈ സൈക്കോട്ടിക് ഡിസോർഡർ? ഒരു വ്യക്തിക്ക് റിയാലിറ്റിയെ കുറിച്ചും ഇമാജിനേഷനെ കുറിച്ചും തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ സൈക്കോട്ടിക് ഡിസോർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലുസിനേഷൻ അഥവാ കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുക, കാണാത്ത കാര്യങ്ങൾ കാണുക. ഡെലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ ഉറച്ച വിശ്വാസങ്ങൾ, അതുപോലെ ഒറ്റപ്പെടല്, ചിന്തയിലെ ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളായിട്ട് കാണുന്നു. അതുപോലെ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? ഇതൊന്നെങ്കിൽ ഒരു ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായി ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ, ബ്രെയിനകത്തിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലെ ഡോപ്പമിന്റെ ഒക്കെ അളവ് കൂടിയാൽ ഇത് വരാം. അതുപോലെ മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഇതൊരിക്കലും പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. ശരിയായ ചികിത്സയും പിന്തുണയും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ തന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. തിങ്ക് പോസിറ്റീവ്ലി.